ഇന്ന് നമ്മൾ ചൂര മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ചൂരയെന്ന് പറഞ്ഞാൽ അറിയാവില്ല എല്ലാവർക്കും. ഇതാണ് ചൂര. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്, കുറച്ച് കരിയാപ്പിലയുണ്ട്, ഒരു ചെറിയ 6 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുടംപുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാശ്മീർ മുളകാണ്. ഞാൻ വറുത്ത് അരച്ച് വെച്ചേക്കുവാണ്. മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ചട്ടി ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇടുവാണ്. ഉലുവ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ചൂരമീൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടുതൽ ചേർക്കണം. അപ്പം എന്താ ചൂരയുടെ നമുക്ക് ആ ചുവ വരാണ്ടിരിക്കും. ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചേർത്തില്ലേലും കുഴപ്പമില്ല. ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കെട്ടൊന്നും പോവില്ല കറി. 2 ദിവസം നമ്മൾ വെളിയിൽ വെച്ചാലും കെട്ടൊന്നും പോകത്തില്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടിരിക്കും. നമുക്ക് ഈ സമയത്ത് ഉള്ളി വിട്ട് കൊടുക്കാം. ചെറിയ പച്ചമുളകാണ്. ഒരു 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇത് മൂക്കണം. നല്ല ചുമപ്പ് കളറാണ്. അത് നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. നല്ല മണമാണ്. ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നല്ല മണമാണ് വരുന്നത്. നമുക്കിതെല്ലാം നല്ല കളറൊക്കെ മാറി ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് ചേർത്താൽ മതി. മല്ലിപ്പൊടി ഒരു 2 സ്പൂണാണ് ചേർക്കുന്നത്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നു. നമ്മൾ മുളക് വറുത്തരച്ചതായതുകൊണ്ട് ഇത് പച്ച മല്ലി ഒന്ന് ആ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മുളകെടുത്ത് വെച്ചിരിക്കുന്ന അരച്ച പേസ്റ്റാണ്. അപ്പോൾ 1 കിലോയ്ക്ക് ഇത് കറക്റ്റാണ്. നമുക്കെല്ലാം കൂടെ കഴുകി ഒഴിച്ചു കൊടുക്കും. ഇത് എണ്ണയിൽ തന്നെ നമ്മൾ വാട്ടിയെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ മിക്സി കഴുകി എടുത്ത വെള്ളമാണ്. പുളി ഇട്ട് കൊടുക്കുക. കുടംപുളിയാണ്. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ മീനിൻ്റെ അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂര ആയതുകൊണ്ട് കുറച്ച് വേവുള്ള മീനാണ്. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. കുറച്ച് ഉലുവപ്പൊടി ഇടുന്നു, ഒരു 1/4 സ്പൂണ്. കറിയൊക്കെ ഒന്ന് തിളച്ച് പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് മീനോട് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിടുവാണ്. നമുക്ക് കറി മൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് കരിയാപ്പില, പാത്രം മൂടി വെക്കാം. അപ്പം നമ്മുടെ ചൂരക്കറി നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചൂരക്കറി നോക്കാം. നമുക്ക് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് കരിയാപ്പില ഇട്ട് നമുക്ക് കറി ഇറക്കാവുന്നതാണ്.
നല്ല ചാറെല്ലാം കുറുകിയിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളി നമ്മുടെ ചൂരക്കറി റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.